ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം ദിവ്യകാരുണ്യത്തെ പറ്റിയിട്ടുള്ള പ്രഭാഷണമാണ്. ദീർഘമായ പ്രഭാഷണത്തിന് ശേഷം ശിഷ്യന്മാരിൽ പലരും ഈശോയെ വേർപിരിയുന്നു. എന്നാൽ ചിലർ ആഴമായ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. 6-ാം അധ്യായം 60 മുതൽ 71 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുകയാണ്. എല്ലാ സുവിശേഷങ്ങളിലുമുള്ള അത്ഭുതമാണ് ഈശോ പ്രത്യേകമായിട്ട് അപ്പം വർദ്ധിപ്പിക്കുന്നത്. ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന ആ രംഗത്തിന് ശേഷമാണ് കർത്താവ് ദിവ്യകാരുണ്യത്തെപ്പറ്റി, വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള പ്രഭാഷണം നടത്തുന്നത്. ഒരുപക്ഷെ ദുർഗ്രഹമായ വചസ്സുകളാണ്, കഠിനമായിട്ട് അവർക്ക് തോന്നുന്നു. മാനുഷികമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ കർത്താവ് വ്യക്തമായിട്ടുള്ള പഠനം നമുക്ക് നൽകുകയാണ്. എങ്ങനെ ദിവ്യകാരുണ്യത്തെ നമ്മൾ കാണണം, സ്വീകരിക്കണം, ഉൾക്കൊള്ളണം, എങ്ങനെ ദിവ്യകാരുണ്യ ഭക്തയായിട്ട് മാറണമെന്ന് ഈശോ ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരിക ഈശോയെ സ്വീകരിക്കാൻ, മനസ്സിലാക്കാൻ പറ്റാത്ത യഹൂദന്മാരെ പറ്റിയാണ്. അവർ തീർത്തും ഭൗതിക ലൗകിക ചിന്തകളിൽ മുഴുകി ആ രീതിയിൽ മാത്രം യേശുവിനെ കാണുന്നവരാണ്. ജഡികമായിട്ടുള്ള ആ അവസ്ഥയിലാണ് അവർ. അല്പമെങ്കിലും ഒന്ന് ഉയരാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ മനസ്സിൽ സംശയങ്ങൾ മാത്രമാണ്, അവരുടെ മനസ്സിലെ കുറ്റപ്പെടുത്തൽ മാത്രമാണ്. എനിക്ക് മനസ്സിലാകുന്നത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് ശഠിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് ഏറെയാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് ഇത് ഇടർച്ച വരുത്തുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ, എൻ്റെ വാക്കുകൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? കർത്താവ് തുടർന്ന് ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ഈശോ പറയുന്നത് യേശു ആരാണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. കർത്താവ് ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് പിതാവിനോടൊപ്പം വസിച്ചിരുന്നവനാണ്. ആ യേശുവിൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. വാക്കുകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ യേശു ആരാണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക. ആ കർത്താവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് ഒന്ന് അടുത്തു വരിക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വചനങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും എന്നാണ് ഈശോ പറയുക. അപ്രകാരം സാധിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവരതിന് തയ്യാറാകാതിരുന്നത് കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം ഇതാ യേശുവിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്. സ്വന്തം ഈഗോ, സ്വന്തം ബുദ്ധി, അതിന് പ്രാധാന്യം കൊടുത്ത് അതിനുൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം തീർത്തും ഞാൻ തള്ളിക്കളയും എന്ന് പറയുന്ന മനുഷ്യൻ അവസാനം ചെന്നുപെടുന്നത് യേശുവിനെ ഒറ്റുകൊടുക്കുന്ന അവസ്ഥയിലേക്കാണ്. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഈ സുവിശേഷം വായിക്കുമ്പോൾ ചില സൂചനകൾ പറയുന്നത്, 6:66 പറയുന്നത്, പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ അവർ നടന്നില്ല. യേശുവിൻ്റെ ശിഷ്യത്വം വേണ്ട എന്ന് പറയുന്നവരുടെ ഒരു ഗണം, അതിൽ യൂദാസാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും വേദന ഉളവാക്കുന്ന വ്യക്തിത്വം. അവനെ പറ്റിയിട്ടാണ് 70 71 വാചകങ്ങളിൽ പ്രത്യേകമായിട്ട് പറയുക. അപ്പോസ്റ്റൽ എന്നുള്ള വാക്ക് അപ്പോസ്റ്റേറ്റ് എന്നുള്ള വാക്കിലേക്ക് എത്താൻ അധികം സമയം വേണ്ട. അപ്പോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്യാഗി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ദിവ്യകാരുണ്യത്തോടുള്ള നമ്മുടെ സ്നേഹവും വിശ്വാസവും നമുക്കിന്ന് ധ്യാന വിഷയമാക്കാം. നമ്മുടെ മനസ്സിന് ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. പക്ഷേ ഈശോയുടെ വാക്കുകൾ, ഈശോയുടെ വ്യക്തിത്വം, നമ്മോട് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹം, അത് ഓർക്കുമ്പോൾ ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആഴമായ അനുഭവമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മൾ രണ്ടാമത് കാണുക എപ്രകാരം വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യത്തിൽ വിശ്വസിക്കണം എന്നാണ്. ഒന്നാമത്തെ നമ്മുടെ മാതൃക ശതാധിപനാണ്.
വിശുദ്ധ കുർബാനയെപ്പറ്റിയുള്ള പ്രഭാഷണം നടക്കുന്നത് കഫർനാമിലാണ്. കഫർനാം നമുക്കറിയാം, അവിടെയുള്ള സിനഗോഗ് പണി കഴിപ്പിച്ച് കൊടുത്തിരിക്കുന്നത് ഒരു ശതാധിപനാണ്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ശതാധിപൻ തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്താനായിട്ട് ഈശോയോട് അപേക്ഷിക്കുന്ന രംഗമാണ് നമ്മളവിടെ കാണുക. ശതാധിപൻ്റെ വാക്കുകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. നീ ഒരു വാക്ക് അരുളി ചെയ്താൽ മതി, അങ്ങെൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എളിമയോടെയുള്ള സമീപനമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ വിശുദ്ധ പത്രോസിൻ്റെ ആ മനോഭാവം, ഈശോ ചോദിക്കുകയാണ്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? പത്രോസാണ് മറുപടി പറയുന്നത്, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? തുടർന്ന് പത്രോസ് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ആദ്യം വിശ്വസിക്കുന്നു, പിന്നീട് അറിയുന്നു. ആഴമായ വിശ്വാസമാണ് ആദ്യം വേണ്ടത്, പിന്നീട് അറിവും ജ്ഞാനവും ഉണ്ടാകുന്നു. എല്ലാം മനസ്സിലാകുന്നില്ല, പൂർണ്ണമായിട്ടും എല്ലാം അറിഞ്ഞിട്ടില്ല, എങ്കിലും പത്രോസ് പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇപ്രകാരമുള്ള വിട്ടുകൊടുക്കലും എളിമ നിറഞ്ഞ മനോഭാവവുമാണ് വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമുക്ക് വേണ്ടത്. 6-ാം അധ്യായം 66-ാം വാക്യം ഇപ്രകാരമാണല്ലോ, പിന്നീട് വളരെയധികം പേര് അവനെ വിട്ടുപോയി, അവൻ്റെ കൂടെ പിന്നീട് ഒരിക്കലും അവർ നടന്നില്ല. കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക സിനഡാലിറ്റിയാണ്, സഭാജീവിത ശൈലിയാണ്, സഭയിലെ അംഗങ്ങൾ ഇന്ന് അനുവർത്തിക്കേണ്ട ജീവിതശൈലി. പക്ഷേ പ്രഥമമായി സിനഡാലിറ്റി എന്ന് പറയുമ്പോൾ അത് ഈശോയുടെ കൂടെ നടക്കുകയാണ്, ഈശോയുടെ പിന്നാലെ നടക്കുകയാണ്. സഭാജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനോഭാവമായിരിക്കണം അത്. വിശുദ്ധ കുർബാനയെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധ കുർബാനയുടെ ജീവിതം നമുക്ക് സ്വന്തമാകണമെങ്കിൽ ഈശോയുടെ കൂടെ നടക്കാൻ നമ്മൾ അനുദിനവും അഭ്യസിക്കണം. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക, വിശുദ്ധ കുർബാനയിലുള്ള സ്നേഹത്തിൽ വളരുക, അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. പിതാവ് ആകർഷിച്ചാലല്ലാതെ, പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ഈശോയുടെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് ഇന്നത്തെ സുവിശേഷം പറയുകയാണ്. ദൈവമാണ് തന്നിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത്, യേശുവിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത്. ദൈവമാണ് ആദ്യ പടിയെടുക്കുന്നത്. തീർച്ചയായിട്ടും അവിടുന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. പക്ഷേ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള നമ്മുടെ ദൗത്യമാണ്. നമുക്ക് ഏറ്റവും നല്ലതായിട്ട് ദൈവം കാണുന്നത് നാം കാണേണ്ടത്, അത് മനസ്സിലാക്കി അതിനു വേണ്ടി ജീവിതത്തിലെ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ തുറക്കുന്നു. അപ്പോൾ നമ്മുടെ കഴിവുകളോ യോഗ്യതകളോ പ്രയത്നമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ വലിയ ഒരു കൃപയാണ് ദിവ്യകാരുണ്യ സ്നേഹത്തിൽ, ഭക്തിയിൽ, വിശുദ്ധ കുർബാനയിൽ ആഴമായ വിശ്വാസത്തിൽ വളരാൻ നമ്മളെ സഹായിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ ചിന്തകളെല്ലാം നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം. പ്രത്യേകമായി ഇന്നത്തെ ലേഖനത്തിൽ ശ്ലീഹ പ്രത്യേകമായിട്ട് പറയുന്നു, 10-ാം അധ്യായം, റോമാലേഖനം 10-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോയിലുള്ള വിശ്വാസം, സജീവമായ വിശ്വാസം ഏറ്റുപറയുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. പഴയ നിയമ വായനയിൽ എസെക്കിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് നൽകുന്ന ചുരുൾ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. അത് പ്രവാചകൻ ഭക്ഷിക്കുമ്പോൾ അത് അവൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിക്കുകയാണ്. ദിവ്യകാരുണ്യം അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു അനുഭവമായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ വിശ്വാസത്തെ ഉജ്ജ്വലമാക്കട്ടെ. ആമേൻ.